ദൈവമായിട്ട് നീ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഒന്ന്, ഞാൻ നിന്നെ കാണും. നമ്മൾ ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞിട്ടില്ല അവിടെ. ഞാൻ നിന്നെ കാണും. രണ്ടാമത്തെ എന്താണ്? അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും, പക്ഷെ കേൾക്കണം നിർബന്ധമില്ല. ഇവിടെയാണ് പ്രോബ്ലം. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ് ആൾക്കാർക്ക്. അതായത് ദൈവത്തിൻ്റെ രക്ഷാകര സംവിധാനത്തിൻ്റെ പേരാണ് ആർക്ക് ഓഫ് ദി കവനൻറ്റ്. ആർക്ക് ഓഫ് ദി കവനൻറ്റിൻ്റെ വരുന്നുള്ള ഇത് ഭയങ്കര സെൻസിറ്റീവാണ്. ഒന്ന്, നമ്മളെ ഇത് കാണുന്നു. അവിടെ ദൈവം നമ്മളെ ആ ഒരു ആർക്ക് ഓഫ് കവനൻറ്റിൻ്റെ നമ്മുടെ ലൈഫ് ആർക്ക് ഓഫ് ദി കവനൻറ്റിന് സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ നമുക്ക് ദൈവത്തെ കാണണമെന്ന് നിർബന്ധമില്ല. അത് വിഷയമാണ്. അതുകൊണ്ടാണ് അന്ധകാരത്തിലുള്ള ജനത ഒരു പ്രകാശം കണ്ടു എന്നൊക്കെ പറയത്തില്ലേ? മത്തായി 4:16. അതെ, അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ പറഞ്ഞ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അതായത് നമ്മൾ ദൈവത്തെ കാണുന്ന പ്രോസസ്സിലേക്ക് വരണം. അപ്പം കാഴ്ച എന്ന ദൈവത്തെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കാഴ്ച എന്ന ഒരു പ്രക്രിയ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. പക്ഷെ നമ്മളുടെ കാഴ്ച നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. എങ്ങനെയാണ്? വിശ്വാസം വർദ്ധിച്ചിട്ട്, വിശ്വാസം അതാദ്യം ധാരണയുണ്ടായി, പിന്നെ വിചാരമുണ്ടായി, പിന്നെ വിശ്വാസമുണ്ടായി. ആ വിശ്വാസം തന്നെ ആക്റ്റീവ് ഫെയ്ത്ത് ഉണ്ട്, സജീവ വിശ്വാസമുണ്ട്. പിന്നെ എന്താണ്? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് നിർജീവമാണ്. ഈ നിർജീവ വിശ്വാസത്തിൻ്റെ മേഖലയുള്ള ആൾക്കാരുണ്ടാകും. പക്ഷേ പ്രവൃത്തികൾ വരുമ്പോൾ എന്തു ചെയ്യും? അത് സജീവ വിശ്വാസത്തിലേക്ക് വരും. അപ്പോൾ പ്രവൃത്തികൾ ഇപ്പോൾ അഖിലയ്ക്ക് സംഭവിച്ചതിൻ്റെ വിഷയം വെച്ചാൽ, അഖില B2 എക്സാം കഴിഞ്ഞപ്പോൾ, B2 എക്സാമിൻ്റെ ഒരു മൊഡ്യൂൾ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈസിയാണെന്ന് വിചാരിച്ചു. പക്ഷെ ബാക്കി ഉള്ളത് എഴുതാൻ തുടങ്ങിയപ്പോൾ 3 പ്രാവശ്യം അവർക്ക് എഴുതാൻ പറ്റിയില്ല. 3 പ്രാവശ്യം അവൾ തോറ്റുപോയി. അപ്പോൾ അവളുടെ കൂടെ എഴുതിയിരുന്ന കൂട്ടുകാരത്തി, അഖില നല്ല ബ്രില്യൻ്റാണ്, റാങ്ക് ഹോൾഡറായിട്ട് വളരെ പ്രോംപ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻ്റായിട്ട് വളർന്നു വന്ന നല്ല ആത്മവിശ്വാസമുള്ള ആളാണ്. പക്ഷേ B2 ആദ്യം ജയിച്ചങ്ങനെ പിന്നീട് കംപ്ലീറ്റ് എഴുതിയെടുത്തപ്പോൾ 3 പ്രാവശ്യം തോറ്റുപോയി. 3 പ്രാവശ്യം തോറ്റപ്പോൾ അവളൊരു കാഴ്ച കണ്ടെന്നാണ് പറയണത്. അവളുടെ കൂടെ എഴുതിയിരുന്ന അവളോളം കലിബറില്ലാത്ത ഒരു മോള് എല്ലാ മൊഡ്യൂൾസിലും ജയിച്ച്. അപ്പോഴവൾ ജയിച്ചു കഴിഞ്ഞപ്പോൾ അഖില തോറ്റു വല്ലാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ജയിച്ച കൂട്ടുകാരൻ നോക്കിയപ്പോൾ അവൾ കൃപാസനം മാതാവിൻ്റെ കാശുരൂപ എടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണീരോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ച അവൾ കണ്ട്. അപ്പോൾ അഖില അവളോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്യണത്? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ ജയിപ്പിച്ചത് കൃപാസനം മാതാവാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൾക്ക് അഹങ്കാരം ആത്മവിശ്വാസമില്ല. ഇവൾക്ക് അഹങ്കാരമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അവൾക്ക് അമ്മയിലാണ് വിശ്വാസം. അമ്മയോടുള്ളതുള്ളവർ തുറന്നു പറയും, ഞാൻ ഗതികെട്ട ആളാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല, നീയാണ് എൻ്റെ കൂടെ വരേണ്ടത്, നീയാണ് എൻ്റെ പേപ്പർ നോക്കേണ്ടത്, നീയാണ് എന്നോട് സംസാരിക്കേണ്ടത്. കമ്മ്യൂണിക്കേഷൻ, അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് വാഗ്ദാന പേടകം എന്നുള്ള കോൺസെപ്റ്റിൽ ദൈവം നമ്മൾക്ക് എന്തുമാത്രം ലളിതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അത്രയും കമ്മ്യൂണിക്കബിളാണിത്. കമ്മ്യൂണിക്കേഷൻ നിസ്സാര കാര്യമല്ല. ഞങ്ങൾ തരുന്ന ഷെഡ്യൂൾ പ്രെയർ മാത്രമല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ സംസാരിക്കണം. എപ്പോഴും വയറ്റിപ്പഴപ്പം പറഞ്ഞുകൊണ്ടിരിക്കരുത്. അപ്പോൾ ദൈവം അവർക്ക് നിങ്ങൾക്ക് വയറ് മാത്രമല്ലേ ഉള്ളതെന്ന് വിചാരിക്കും. പിന്നെ വയറിന് വേണ്ട സാധനമൊക്കെ തന്നിട്ടിരിക്കും. നമുക്ക് വേറെ കുറേ അവയവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടയ്ക്ക് പുറത്തേക്കണം പ്രാർത്ഥിക്കും, അല്ല വയറിട്ട് തിരുമ്മിക്കൊണ്ടിരിക്കരുത്. അപ്പോഴേ അത് അനുസരിച്ചുണ്ട്. അപ്പോൾ അങ്ങനെ ഉടനെ അഖില വന്ന് ഉടമ്പടി എടുത്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താണ്, അഖിലക്കൊരു ധാരണയാണ് ആദ്യം ഉണ്ടായത്. പിന്നെ അത് ധാരണ വളർന്ന് വിചാരമായി. വിചാരം ആണ് ഇപ്പോൾ കൂട്ടുകാരത്തിയുടെ കൂടെ കിട്ടിയത് ചെറിയൊരു വിശ്വാസം ആയോന്ന് നമുക്കറിയത്തില്ല.
വിചാരമുണ്ട്. കൂട്ടുകാരത്തി ജയിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നാൽ പിന്നെ അത് എടുത്തേക്കാം, ഇനിയിപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ടത്. പല ആൾക്കാർ ഉടമ്പടി എടുക്കണം അങ്ങനെയാണ്. എന്നാൽ പിന്നെ ഉടുങ്ങാൻ അതെടുത്തേക്കാം, ഉടമ്പടിയാണ് എന്തായാലും എന്ത് തടിയായാലും എടുത്തേക്കാമെന്ന് വിചാരിക്കും. അതാണ് അങ്ങനെ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കുഴപ്പം കൊണ്ടാൽ കിട്ടില്ലെന്ന് വേണ്ട. അതുകൊണ്ട് മറ്റുള്ളവരെ എടുത്തിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുക്കണ കുറേ അധികം ഉണ്ട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ ലാഗിങ് വരണത്. ഇതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം. കാരണം ദൈവമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവവും നിങ്ങളുമായിട്ട് വലിയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വായുനാറ്റം ഉണ്ടാകാതിരിക്കുക. ദൈവം നിങ്ങൾക്ക് വായുനാറ്റം ഉള്ളവരാണ് ദൈവം സംസാരിക്കുക നിങ്ങളോട്? ഇല്ല, സംസാരിക്കത്തില്ല. അപ്പോൾ വായുനാറ്റമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് മൗത്ത് വാഷൊക്കെ അടിച്ച് വരണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. വീട്ടിൽ പോയി മൗത്ത് വാഷ് അടിക്കരുത്, കുമ്പസാരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണെന്ന്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. റോമാ 3:13. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. പരിപാടിയായി. വ്യത്യസ്തമായ കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യണില്ലേ? കൂട്ടം കൂടി നിന്ന് ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ വർത്തമാനങ്ങളിലെല്ലാം പലപ്പോഴും അവർക്ക് ജോലിക്ക് ബോറടിക്കുമ്പോൾ അവർ ഉള്ളിൽ തെറി അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ആ തെറിയെ അഭിമുഖീകരിക്കുന്നത്. ചില ആൾക്കാർ കൊന്ത ചൊല്ലിക്കൊണ്ട് ചെയ്യും. തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ, തൊണ്ട തന്നെ തുറന്ന ശവക്കുഴിയുള്ള ആൾക്കാർ വാ പൊളിച്ചാൽ നാറ്റം വന്നുകൊണ്ടിരിക്കുക. അതിനെ വായുനാറ്റം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും വായുനാറ്റം ഉണ്ടാകും. വായുനാറ്റം ഇല്ലാതെ നിങ്ങൾക്ക് വർത്തമാനം പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ള വാക്കുകളുണ്ടാകുന്ന വാക്കെന്നെന്താ? വാക്ക് എവിടുന്നാണ് വന്നത്? വാക്ക് ഈ കഴുത്ത് ഒന്നും ചെയ്യത്തില്ല, ഹൃദയം ചെയ്യണത് കൊണ്ടാണ് വായുനാറ്റം ഉണ്ടാകണത്. കാര്യം എന്താണ്? ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരം. ഇവിടെ കുറച്ചുകൂടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 6:45. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ഒന്ന് പറഞ്ഞ നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിന്റെ നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയത്തിൽ എന്താണുള്ളത്? ഈ ദ്വയാർത്ഥം പറയുന്നവരും തെറി പറയുന്നവരൊക്കെ ഓർക്കുക, നിങ്ങളുടെ ഹൃദയം തന്നെ ഒരു സെക്സ് ഓർഗനായിട്ടാണ് വർക്ക് ചെയ്യണത്. ചില ആൾക്കാരെ കുറിച്ച് പറയത്തില്ലേ, അവൻ വേറെ എന്നോ അവയവം കൊണ്ടാണ് ചിന്തിക്കണമെന്ന് എന്ന് പറഞ്ഞ പോലെ ജീവിതകാലം മുഴുവനും 24 മണിക്കൂറും സെക്സിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വായിൽ നിന്ന് ഇതുപോലെയുള്ള അഴുക്ക് വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബൈബിൾ ഇതൊന്നും വകവെച്ച് തരത്തില്ല. എന്താ കാര്യം? സത്യദൈവം അങ്ങനെയാണ് വിഷയം. നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ, ആ ഗ്രന്ഥത്തെ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് കൊണ്ടാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.